എന്റെ അനിയൻ അവൻ കാല് തട്ടിയപ്പോഴും അച്ഛൻ കഴുത്ത് പിടിച്ച് വെക്കണമെന്ന് വിചാരിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ അവൻ മാറ്റിയതെന്ന് അവൻ പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അമ്മേനെ അപ്പോഴും കണ്ടില്ല, അല്ലെങ്കിൽ അമ്മേനെ ഞാൻ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് മാറ്റിയത് എന്ന് പറഞ്ഞു. മക്കളുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന സംഭവം. പലരും ഇതിനോടകം ഈ സംഭവം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം ന്യൂസ് ചാനലൊക്കെ ചർച്ചയായ ഒരു സംഭവമാണല്ലോ ഇത്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഭാര്യയെ കൊന്ന് ഈ ഭർത്താവും സ്വയം ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. എന്തായാലും ഒരു രാത്രി അങ്ങ് ഇരുട്ട് വെളുത്തപ്പോഴേക്കും ഇല്ലാതായത് 2 ജീവനുകളാണ്. തിരുവനന്തപുരം നാലാഞ്ചിറയിലാണ് സംഭവം നടക്കുന്നത്. ഇവിടെ മരണപ്പെട്ട ഭാര്യയുടെ പേര് ഹസീന എന്നുള്ളതാണ്. ഭർത്താവിന്റെ പേര് സുരേഷ് എന്നാണ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഭാര്യ മുസ്ലിമും ഭർത്താവ് ഹിന്ദുവുമാണ്. അതെ, ഇവരുടേത് ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. ഈ ബന്ധത്തിൽ ഇവർക്ക് 4 മക്കളും ഉണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ പ്രണയമായിരുന്നു ഇവരുടേത്. അങ്ങനെ ഈ പ്രണയബന്ധം വീട്ടിൽ അറിയുന്നു. വീട്ടുകാർ ഭയങ്കരമായിട്ട് എതിർക്കുന്നു. അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സുരേഷിനൊപ്പം ഇറങ്ങി വന്ന ആളാണ് ഈ പറയുന്ന ഹസീന. അങ്ങനെ അവർ രജിസ്റ്റർ വിവാഹമൊക്കെ ചെയ്ത് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്നു. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഹസീനയെ ഭയങ്കര ഇഷ്ടമായിരുന്നു സുരേഷിന്. ഹസീന എന്ന് വെച്ചാൽ സുരേഷിന് ജീവനായിരുന്നു. ഒരു വല്ലാത്തൊരു തരം പൊസസീവ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ പൊസസീവ്നെസ് വളർന്നു ഒരു തരം സംശയ രോഗത്തിൽ എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഹസീന തന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടിയായിരുന്നു എപ്പോഴും. ഒരു പക്ഷേ സുരേഷിനേക്കാളും സൗന്ദര്യം ഹസീനക്ക് ഉണ്ടായത് കൊണ്ടാകാം അത്. എന്തായാലും ഇങ്ങനെയൊക്കെ ആയതോടെ ഹസീനയെ ഒറ്റയ്ക്ക് സുരേഷ് പുറത്തു വിടാതെയായി. ഹസീന എവിടെ പോവാണെങ്കിലും സുരേഷ് കൂടെ പോകുന്നുള്ള അവസ്ഥയായി. ഇത് പതിയെ ഹസീനക്കും ഒരു വീർപ്പുമുട്ടലായി മാറി എന്നുള്ളതാണ്. ഭർത്താവിന്റെ ഈ തടവറ ജീവിതം പതിയെ ഹസീനക്കും മടുത്തു തുടങ്ങി. അതിനിടയിലാണ് ഇവർക്ക് 4 കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഭർത്താവിന് ഈ പൊസസീവ്നെസ്സിന് ഒരു മാറ്റവും വന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസീനയുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ഹരി എന്നാണ് അയാളുടെ പേര്. തുടക്കത്തിൽ ഒരു സൗഹൃദ ബന്ധം മാത്രമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പതിയെ ആ ബന്ധം വളരാൻ തുടങ്ങി. അതോടെ ഇവരുടെ ബന്ധം മക്കൾ അറിഞ്ഞു, ഭർത്താവും അറിഞ്ഞു. ഭർത്താവ് അറിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ഓൾറെഡി ഒരു സംശയരോഗിയായിട്ടുള്ള ഭർത്താവാണ്. ആ സംശയരോഗത്തിൽ തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടി ഭാര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് തന്നെ പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതെ, അവർക്കിടയിൽ എന്നും അടിയും വഴക്കും പതിവായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഈ വഴക്കെല്ലാം മൂർച്ഛിച്ച സമയത്താണ് ഈ ഹസീന ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഭാര്യ മിസ്സിംഗ് ആയി എന്ന് അറിഞ്ഞതോടെ ഭർത്താവായിട്ടുള്ള സുരേഷ് ഭയങ്കരമായിട്ട് പാനിക്കായി. സുരേഷും മക്കളും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ ഹസീന വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് കേട്ടു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഹസീനയുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഭർത്താവ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഹസീന തിരിച്ചങ്ങോട്ട് തട്ടിക്കയറാനൊക്കെ തുടങ്ങി. അതോടെ കൺട്രോൾ വിട്ട് ഭർത്താവ് എന്താക്കി മക്കളുടെ മുന്നിൽ വെച്ച് ഹസീന അങ്ങ് കഴുത്തറുത്ത് കൊന്നു. ഇതാണ് ആക്ച്വലി അവിടെ സംഭവിച്ചത്. എന്തായാലും സ്വന്തം കൺമുന്നിൽ വെച്ച് അച്ഛൻ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നത് കാണേണ്ടി വന്ന മകൾ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടു. ഇന്നലെ മലയാളി വാർത്ത എന്ന് പറയുന്ന ചാനലിൽ ഈ മകളുടെ ബൈറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഈ മകൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടോക്കാം. ഉമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ് ശരിക്കും ഉണ്ടായത് മോളിവിടെ? നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, അടി വഴക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ വലുതായിട്ട് അടി പിടിയൊന്നും ഇല്ല. വാക്ക് വർക്കൊക്കെ ഉണ്ട് ആൾക്കാരെ തമ്മിൽ. പക്ഷെ കഴിഞ്ഞ മാസം മുതൽ അമ്മയുടെ പെരുമാറ്റമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മുടെ കൂട്ടുകാരൻ്റെ കാര്യം നമുക്കൊക്കെ അറിയായിരുന്നു. അവന്റെ പേര് ഹരി എന്നാണ്. ഈ ഹരി എന്ന് പറയുന്നവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. എന്നീ ഹരി എന്ന് പറയുന്നവൻ ഹസീനയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് തൊട്ട് ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി ഭർത്താവിന് സംശയരോഗമാണ്. അതിന്റെ കൂട്ടത്തിൽ ഭാര്യ വേറൊരുത്തരുമായി അഫയർ ആവുകയും കൂടി ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ടല്ലോ പോകും. രണ്ടാളിവിടെ കണക്ക് തന്നെ, ഭാര്യയും കണക്ക് തന്നെ, ഭർത്താവും കണക്ക് തന്നെ. എന്തായാലും മകൾക്ക് പറയാനുള്ളത് ബാക്കിയുടെ കേട്ടോക്കാം. അവന്റെ കാര്യമൊക്കെ നമുക്ക് അമ്മ പറഞ്ഞെല്ലാം മനസ്സിലാക്കി, എല്ലാം അറിയാം. അച്ഛനടുത്ത് പറയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, അച്ഛന് ഇച്ചിരി സംശയരോഗം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് അടിയാവണ്ടെന്ന് വെച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴ് 30-ാം തീയതി അമ്മ ഇറങ്ങിപ്പോയി. നമ്മൾ അറിഞ്ഞില്ല. അച്ഛൻ പെട്ടെന്നൊന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണക്കി അമ്മ പോയൊരു മെസ്സേജ് ഇട്ടേന്ന് പറഞ്ഞു. അമ്മ അച്ഛന് ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എവിടെ പോയി കാണും. അവര് വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയില്ല, അപ്പച്ചന് വീട്ടിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഡൗട്ട് നേരെ അവൻ്റെ അടുത്താണ് പോയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ നാളാണ്ട് പെരുമാറ്റവും എല്ലാം എന്ന് പറഞ്ഞാൽ അമ്മ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി എല്ലാം മാറി വന്നു ഒരാഴ്ച കൊണ്ട്. മോള് ചോദിച്ചായിരുന്നു അമ്മയോട് എന്താ സംഭവിക്കുന്നുള്ളത്? അമ്മ ചോദിച്ചില്ല. അമ്മയുടെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് സംസാരിക്കും, നമ്മൾ ഫ്രണ്ടായിട്ട് ഒരു രീതിയായിരുന്നു പറഞ്ഞു, ചങ്സ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. പക്ഷെ അമ്മ വന്നൊന്നും അങ്ങനെ വലുതായിട്ട് അമ്മ സംസാരിക്കില്ല. ഞാനും വലുതായിട്ട് അമ്മ ഇങ്ങോട്ട് മിണ്ടാത്തോട് ഞാനും വലുതായിട്ട് എന്തായാലും എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുമെന്ന് വിചാരിച്ചിട്ട്.
എന്താണ് ഈ മകള് പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് ഈ അമ്മ പണ്ട് ഇവരോടൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു. ഇവര് പണ്ട് ചങ്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹരി എന്ന് പറയുന്നവൻ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതോടെ അമ്മയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ മകള് പറഞ്ഞു വരുന്നത്. അതുവരെ എന്തും തുറന്ന് സംസാരിച്ചിരുന്ന അമ്മ മക്കളോട് മിണ്ടാതെയായി. എപ്പോഴെങ്കിലും ഒക്കെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനാരാണ് കാരണക്കാരൻ? ഈ ഹരി എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരുത്തരാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നൊക്കെയുള്ള രീതിയിലാണ് മകള് സംസാരിച്ചു വെക്കുന്നത്. എന്തൊരവസ്ഥയാണ് അല്ലേ? ഒരു കുടുംബത്തിൽ മൂന്നാമതൊരാൾ കയറി വരുമ്പോൾ ആ കുടുംബം എത്രത്തോളം നശിക്കുമെന്നുള്ളത് ഈ മകളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മക്കളോട് ഇടപഴകുന്ന രീതിയിൽ പോലും ഒരു അമ്മക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് പെട്ടെന്നൊരു ദിവസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത്. ഏറ്റവും ഇളയ കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി അമ്മ ഇറങ്ങിപ്പോയത് അറിഞ്ഞതിന് ശേഷമുള്ള അച്ഛന്റെ പ്രതികരണത്തെ കുറിച്ച് ഈ മകൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് കേട്ടു. അനിയത്തിയും കൊണ്ടാണ് പോയത്. അത് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പരാതി കൊണ്ട് കൊടുക്കുക മിസ്സിംഗ് കേസിൽ പരാതി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പരാതി കൊണ്ട് കൊടുക്കാൻ വേണ്ടി അത് പോയി. അല്ല, പരാതി കൊടുക്കുന്നതിന് മുന്നേ അവിടെ അച്ഛൻ നേരെ പോയി വെള്ളം അടിച്ച് വീട്ടിൽ പോയി. ടെൻഷൻ കൊണ്ട് ഒരു ദിവസം നോക്കിയിരുന്നു. 30 നമ്മൾ പരാതി കൊടുക്കുക. അത് ഉണ്ടാതിരുന്നു. ഒരാൾക്ക് നമുക്ക് രാത്രി ഉറക്കമില്ല. അച്ഛൻ സംസാരമോടെ അസുഖമില്ലാതെ എനിക്ക് പറ്റില്ല, അസുഖം ഇല്ലെങ്കിൽ ഞാൻ ചാവൂ എന്നൊക്കെ പറഞ്ഞോട്ട് കരച്ചിലും എനിക്ക് ഉറക്കമില്ല. എൻ്റെ അടുത്ത് അമ്മ വരുമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത്. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചങ്ങ് അമ്മയ്ക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നാളെ അമ്മ അസീന വന്നില്ലെങ്കിൽ ഞാൻ ചാവൂന്ന് പറഞ്ഞോണ്ട് അച്ഛൻ എന്താക്കി അച്ഛൻ സംസാരിക്കണം. അവിടെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെ ടെൻഷൻ കൊണ്ട് അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങിയിട്ട് വീണ്ടും അച്ഛൻ വിളിച്ച് ഉളത്തന്നെ. അച്ഛന് ആദ്യം കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഉറങ്ങിയില്ല. പിന്നെ വെളുപ്പാൻ രാവിലെ ഉറക്കണീറ്റ് അച്ഛനെ വിളിച്ച് സംസാരിച്ച് എന്നോട് ചോദിച്ച് നമുക്ക് ഇന്ന് പോവാം, ഞാൻ എൻ്റെ കൂട്ടാനെ നമുക്ക് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. അവിടുത്തെ ബിയറും എല്ലാം കൊണ്ട് വീട്ടിൻ്റെ വെളിയിൽ നിന്ന് കാറിനകത്തുനിന്നാണ് വലിയ ഷോട്ട് എടുത്ത് കഴിച്ചിട്ട് കയറി വന്നു. നമ്മൾ ചോദിച്ചാൽ അച്ഛൻ തീരെ ചെയ്യണം. ആദ്യം പറഞ്ഞ് കഴിച്ചത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇല്ലടാ കഴിച്ചില്ല. എന്താ നിനക്ക് പറയല്ലേ? ഭാര്യയിറങ്ങിപ്പോയ വിഷമത്തിൽ മദ്യത്തിൽ വിഷം കഴിച്ച് കുടിക്കുന്ന ഭർത്താവ്. അത്രത്തോളം സ്നേഹം അയാൾക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സുരേഷിന് അസീനയോടുള്ള സ്നേഹമൊക്കെ മനസ്സിലാകും. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലെ? നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിനും ഒരു പരിധി വെക്കണം. സ്നേഹിച്ച് അങ്ങോട്ട് വീർപ്പ് മുട്ടിക്കാൻ നിൽക്കരുത്. ഞാനിവിടെ ഒരിക്കലും ഹസീനയെ ന്യായീകരിക്കല്ലേ കേട്ടോ. ഹസീന ചെയ്ത് ഇവിടെ വളരെ മോശം പ്രവൃത്തി തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ എന്ന് വെച്ച് ഇവിടെ ഭർത്താവിന്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഹസീനയെ സുരേഷ് ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന് മകള് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് കേട്ടോ. ഉമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? അച്ഛൻ സ്നേഹത്തോടെ ആയിരുന്നില്ലേ ഉമ്മയോട് പെരുമാറിയിരുന്നത്? സ്നേഹത്തോടെ പെരുമാറുന്ന പറഞ്ഞാൽ അത് നേരത്തെ ഒക്കെ ഭയങ്കര അടിയും വഴക്ക്, അത് സംശയത്തിലല്ല ഞാൻ അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത്. അച്ഛൻ അങ്ങനെ വെളിയിലൊന്നും ഇറക്കാറില്ല. അങ്ങനെ അച്ഛനാണ് കൊണ്ടുപോയി വരെയൊക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫ്രീഡം ഇല്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോഴേ അച്ഛന് പേടി എന്ന് പറഞ്ഞാൽ അമ്മ പോന്നുള്ള പേടി, സ്നേഹം കൊണ്ടപ്പോ അങ്ങനെ അമ്മ പോന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അതിന്റെ കെയറിങ് അത് ഇപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലായില്ല. അത് സംശയമാണെന്ന് വിചാരിച്ചു. അച്ഛന് കെയറിങ് ആയിരുന്നു. അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് അമ്മയെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു എന്നർത്ഥം. പക്ഷെ അത് അമ്മ മനസ്സിലാക്കിയില്ല എന്നാണ് മകള് പറയുന്നത്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലാക്കാൻ ഒരു സ്പേസ് അച്ഛൻ കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെ വീർപ്പ് മുട്ടിക്കുന്ന രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞാണെങ്കിൽ മനുഷ്യന്മാര് ശ്വാസം മുട്ടി ചത്തുപോകില്ലേ? ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമുക്കൊരാളെ സ്നേഹിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വികാരം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്നേഹിക്കാൻ. അല്ലാതെ അങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കരുത്. ഒരു ദാമ്പത്യമാകുമ്പോൾ ആദ്യം വേണ്ടത് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിനുശേഷം അവിടെ സ്നേഹത്തിന് സ്ഥാനമുണ്ട്. അല്ലാതെ എന്റേത് മാത്രമാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ കൈവിട്ടു പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇത് പണ്ടത്തെ കാര്യമൊന്നുമല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാൾ എത്ര റെസ്ട്രിക്ട് ചെയ്താലും അവർക്ക് വേറൊരാളുമായി അഫയർ ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അതിനും പുഷ്പം പോലെ പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് സജീവമാണ്, സോഷ്യൽ മീഡിയ സജീവമാണ്. ഇന്നൊരു അവിഹിത ബന്ധം ഉണ്ടാക്കാൻ എത്ര പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ജീവിക്കാൻ വിടാം. അവർക്ക് തിരിച്ച് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെ പോയാലും ആ സ്നേഹം അവർ കാണിക്കും. അതിനനുസരിച്ച് അവർ എവിടെ പോയാലും നിൽക്കും. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അവരെ റെസ്ട്രിക്ട് ചെയ്തിട്ടും കാര്യമില്ല, അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഇവിടെ സംഭവിച്ചതും അങ്ങനെ തന്നെയാണല്ലോ. സുരേഷിന്റെ സ്നേഹം കാരണം ഹസീനെ സുരേഷ് ഒരുപാട് റെസ്ട്രിക്ട് ചെയ്തു. അത് കാരണം എന്ത് സംഭവിച്ചു?
ഹസീന പുഷ്പം പോലെ മറ്റൊരുത്തരുമായ അവേദത്തിന് പോയി. അതാണ്. അപ്പൊ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുള്ള വലിയ കാര്യമില്ല. ഇനിയെങ്കിലും എന്റെ വീഡിയോ കാണുന്നവരൊന്ന് മനസ്സിലാക്കണം. എനിവേ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തായാലും ഹസീന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിന് പിന്നാലെ ഹസീനയുടെ ഭർത്താവായിട്ടുള്ള സുരേഷ് മദ്യത്തിൽ വിഷം കലക്കി കുടിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തതിന് ശേഷം പെട്ടെന്നുണ്ട് ഇവര് പരാതി നൽകിയ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരുന്നത്. അങ്ങനെ അപ്പുറത്തുള്ള പോലീസുകാരൻ ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ഹസീനയെ ട്രൈ ചെയ്തു, പുള്ളിക്കാരി തിരിച്ചു വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്, നാളെ രാവിലെ തന്നെ പുള്ളിക്കാരി വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ള രീതിയിൽ. എന്തായാലും അത് കേട്ടതോടെ അച്ഛനും മക്കൾക്കും സമാധാനമായി. എന്തൊക്കെയായാലും ഇറങ്ങിപ്പോയ ആള് തിരിച്ചു വന്നല്ലോ. പക്ഷെ അപ്പോഴും ഹസീനയെ കൊല്ലണമെന്നുള്ള ചിന്തയൊന്നും സുരേഷിന്റെ മനസ്സിലില്ലായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും സ്വന്തം ഭാര്യയോട് സൗമ്യമായി സംസാരിച്ച് അവളെ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നേ സുരേഷ് ഉണ്ടായിരുന്നുള്ളൂ. മക്കളും അത് തന്നെയായിരുന്നു അച്ഛനോട് ഉപദേശിച്ചിരുന്നത്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അമ്മ ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ തിരിച്ചെത്തിയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവിടെ മകള് പറയുന്നുണ്ട്. നമ്മ എന്തായാലും കേട്ടോ. പോയിട്ട് തിരിച്ചു വീണ്ടും വന്നപ്പോൾ അമ്മ ഇവിടെ സോഫയിൽ ഇരിക്കുന്ന, മോൾ അവിടെ ഇരിക്കുന്നു, അച്ഛൻ ബാക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അമ്മ അവനെ തന്നെ വിളിച്ചു. അവ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം, അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അച്ഛൻ ആദ്യം കയറി. അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി നോക്കി അമ്മ ഇങ്ങനെ ഉണ്ട്, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, വിളിക്കണ്ടെന്ന് പറയാം എന്ന് നമ്മൾ കുറെ പറഞ്ഞു കൊടുത്തു. അമ്മ മോളോട് സംസാരിച്ചിരുന്ന വീട്ടിൽ വന്നപ്പോ ആദ്യം സംസാരിച്ച്, പിന്നെ ഞാൻ അച്ഛനും കൂടെ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ രണ്ടു ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ തെറ്റൊന്നും ഇല്ലാന്ന് പറയടില്ല, ഒരാളെ പാത്രം കുറ്റം പറയടില്ല, നമ്മൾ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട്. അതാണ്. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി തിരിച്ചു വന്നതിന് ശേഷം ഒരു അറഗന്റ് ആയിട്ടായിരുന്നു അമ്മ മക്കളോടും ഭർത്താവിനോടും ഒക്കെ പെരുമാറിയിരുന്നത് എന്നാണ് ഈ മകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മക്കൾക്കും അച്ഛനും ഒരു തരത്തിലും മുഖം തരാത്ത രീതിയിലായിരുന്നു അമ്മ പെരുമാറിയിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ അമ്മ ഇറങ്ങിപ്പോയത് കാരണം 2 ദിവസമായിട്ട് ആ അച്ഛനും മക്കളും തീ തിന്നാണ്. അതിനുശേഷം ആ അമ്മ തിരിച്ചു വന്നിട്ട് അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, സോഫയിൽ ഇരുന്നിട്ട് കാമുകനോട് ചാറ്റ് ചെയ്യാണ്. എന്തൊരു വൃത്തിയിട്ട സ്വഭാവമാണ് അല്ലെ. എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം മിക്കവാറും കാമുകൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിപ്പിച്ചു കാണും. അതുകൊണ്ടായിരിക്കണം തിരിച്ചു വന്നതിന് ശേഷം ഹസീന മക്കളോടും ഭർത്താവിനോടും ഇങ്ങനെയൊക്കെ പെരുമാറിയത്. എന്തായാലും തിരിച്ചു വന്നതിന് ശേഷമുള്ള അമ്മയുടെ സ്വഭാവം മകൾക്ക് തീരങ്ങ് പിടിക്കാണ്ടയായി. അങ്ങനെ അമ്മയും മകളും കൂടി 1-2 പറഞ്ഞ് വഴക്കായി. ഈ വഴക്കിനിടയിൽ മകൾ എന്താക്കി, അമ്മയുടെ കാമുകനെ കുറിച്ച് എന്തോ പറഞ്ഞു. അത് നമുക്ക് തീരെ ഇഷ്ടമായില്ല. അതോടെ ഈ അമ്മ എന്ത് ചെയ്തു, മകളെ കഴുത്തിന് പിടിച്ചങ്ങ് തള്ളി. അതോടെ അച്ഛന്റെ കൺട്രോൾ അങ്ങ് പോയി എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ഈ മകള് പറയുന്നുണ്ട്, അന്ന് കേട്ടോക്കാം. ഞാൻ അവനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ വന്ന് അമ്മ അടിച്ചിട്ട് എന്നെ ഇവിടെ കട്ടില് തള്ളിയിട്ട് അടിച്ച്, അവിടെ എന്റെ അനിയൻ എണീറ്റപ്പോ സ്പ്രേ ബോട്ടിൽ എടുത്ത് എറിയാൻ വേണ്ടി അമ്മ നിൽക്കുന്നു. അപ്പോഴും അവിടെ വെച്ചിട്ടാണ് അമ്മ നേരെ ഓടി മേളിലോട്ട്. എന്റെ മൂത്താവ് അവിടെ കട്ടിലുണ്ട്, അല്ലാതെ നെട്ട കിടക്കുകയായിരുന്നു. അവിടെ താഴെ കിടക്കുന്നു. അമ്മ മേളിൽ അവനെ അനക്കാതെ മേളിൽ കിടക്കുകയായിരുന്നു. അവന് ഇവിടെ കിടക്കിടാ സമയത്ത് അച്ഛൻ ചോദിച്ച് എന്ത് വെച്ചോക്കളോ ചോദിച്ചു. അച്ഛൻ വിളിച്ച് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയുടെ റെക്കോർഡൊക്കെ ഞാൻ കേൾപ്പിച്ചോട്ടെ. അച്ഛൻ ഇതും കൂടെ കേട്ടപ്പോ അച്ഛനെല്ലാം പോയി ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ അച്ഛൻ മേളിൽ കയറി പോയി. അവനെ മേളിൽ എന്തെങ്കിലും സംസാരിക്കും, അവനെ വല്ല വിളിച്ചു വരുത്താനാണോ എന്ന് ഞാൻ പോയി നോക്കിയിട്ടെന്ന് പറഞ്ഞ് മേളിൽ കയറി കൂട്ടിയിരിക്കുന്നതുകൊണ്ട് മേളിൽ കയറിപ്പോയി. അവിടെ നിന്നപ്പോഴേക്കാൻ ഇവിടെ ഞാൻ ഉമ്മി കിടക്കുകയായിരുന്നു. അനിയത്തി ഇവിടെ കിടക്കുന്നു. അവരെല്ലാവരും എണീറ്റപ്പോൾ ഞാൻ സംസാരിച്ചു, ഉമ്മി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഒരു മോളെടുത്ത് അച്ഛനെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ, അങ്ങനെ മോശമായിട്ട് പറഞ്ഞു. അപ്പോഴച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശബ്ദം കൂടി മേളിലൊക്കെ കേൾക്കുന്നു, അപ്പുറത്തിപ്പുറത്തായിട്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാളൊക്കെടാനടി എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ശരി അച്ഛൻ പയ്യ പറയാം. അന്ന് ഞാൻ വീണ്ടും ശബ്ദം കൂടിയിട്ട് വീണ്ടും വിളിച്ചു. അതേപോലെ വീണ്ടും ശബ്ദം കൂടിയിട്ട് അടുപ്പിച്ച് 3 വട്ടം വിളിച്ച് ഒരു 10 ഇത്ര മിനിറ്റ് ആയപ്പോഴേക്ക് മേളിനൊരു ശബ്ദം കേട്ടത് അവൾ ഓടിപ്പോയപ്പോൾ ലൈറ്റിട്ട കാഴ്ച എന്ന് പറഞ്ഞു. എന്നെ വെച്ചാൽ കുട്ടികളെ കാഴ്ചയുണ്ട്. എൻ്റെ അവൻ കാല് തട്ടിയപ്പോഴും അച്ഛൻ കഴുത്ത് പിടിച്ച് വെക്കണമെന്നാണ് വിചാരിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ അവൻ മാറ്റിയതെന്ന് അവൻ പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അമ്മേനെ അപ്പോഴും കണ്ടില്ലെങ്കിൽ അമ്മേനെ ഞാൻ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് മാറ്റിയതേ എന്ന് പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ സമയത്ത് കാണുന്ന കാഴ്ച. അപ്പോഴാ വിറയതുകൊണ്ട് നമ്മൾ കളത് വിളിയെല്ലായിരുന്നപ്പോഴേക്കും ഉമ്മീനെ വിളിച്ചുകൊണ്ട് അനിയൻ വന്നു. അപ്പോഴേക്കും അച്ഛൻ ആ ബാത്റൂമിൽ പോയി കൈയ്യെടുത്ത് അച്ഛൻ ഓടി. അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വരൂലെന്ന് പറഞ്ഞ് പോയി.
ഓക്കെ, ആ പോയ പോക്കാണ്. പിന്നെ കേൾക്കുന്നത് അച്ഛൻ ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തയാണ്. എന്തായാലും ഇവിടെ നഷ്ടം ഈ മക്കൾക്ക് മാത്രമാണ് അല്ലേ? അവർക്കൊരു അച്ഛനും അമ്മയും ഇല്ലാതായി. ഇനി ശിഷ്ടകാലം ഈ 4 മക്കളും അനാഥരായി ജീവിക്കേണ്ടി വരും. ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ആത്മനിയന്ത്രണത്തിന് പുറത്ത് സംഭവിച്ച പോയ കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലേ? അന്നേരം ഒന്ന് സ്വയം നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ മകള് സംസാരിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ മകൾ എവിടെയും സ്വന്തം അച്ഛനെ തള്ളി പറയുന്നില്ല അല്ലേ? സംസാരിക്കുന്നത് മുഴുവനും അമ്മയ്ക്കെതിരായിട്ടാണ്. ഒരുപക്ഷെ ഈ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ ഈ മക്കളെ സംരക്ഷിച്ചത് അച്ഛനായിരുന്നല്ലോ. മാത്രമല്ല ഈ അച്ഛൻ അമ്മയെ കൈത്തിറക്കാനുള്ള ഒരു കാരണവും ഈ അമ്മ മകളുടെ മുഖത്തടിച്ചതാണ്. ഇതെല്ലാം കൂടി ആയതുകൊണ്ടാകണം ഈ മകൾക്ക് അച്ഛനെ തള്ളി പറയാൻ തോന്നാത്തത്. എന്തായാലും നഷ്ടം ഈ മക്കൾക്ക് മാത്രം, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.